ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ അബാക്കസിനെ പറ്റി കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കാൻ പോവുകയാണ്. നമ്മൾ അബാക്കസിന്റെ പാർട്സ് എല്ലാം പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അബാക്കസിൽ നമ്പേഴ്സിനെ എങ്ങനെ കാണിക്കാം. അബാക്കസിൽ നമ്മൾ നമ്പേഴ്സിനെ കാണിച്ചാൽ മാത്രമല്ലേ നമുക്ക് അതിനകത്ത് അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാണ്? നമ്പേഴ്സിനെ അബാക്കസിൽ റെപ്രസെന്റ് ചെയ്യാൻ പഠിക്കാൻ പോവാണ്. നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് നമ്മൾ ആദ്യമേ പഠിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? അപ്പോൾ 10 അങ്ങനെയുള്ള നമ്പേഴ്സ്, അതായത് 1 ഡിജിറ്റ് നമ്പേഴ്സ്. 10 ഇല്ല കേട്ടോ, നമ്മൾ 10ന് പോലെ 0 ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 ഡിജിറ്റുകളാണ്. 1 ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? ഡിജിറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. 1 ഡിജിറ്റ് നല്ല ഡിജിറ്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് നമ്മൾ ഇന്ന് അബാക്കസിൽ റെപ്രസെന്റ് ചെയ്യാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അബാക്കസിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ, അതായത് പാർട്സ് ഓഫ് അബാക്കസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു വാല്യൂ ബാർ. ഓർമ്മയുണ്ടോ വാല്യൂ ബാർ? അപ്പോൾ വാല്യൂ ബാർ വളരെ ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ വാല്യൂ ബാർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വാല്യൂ ബാർ. ഓക്കെ, ആ വാല്യൂ ബാറിൽ ഏതെങ്കിലുമൊക്കെ ബീഡ്സ് ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ അബാക്കസിന് വാല്യൂ ഉണ്ടാവുള്ളൂ. വാല്യൂ ബാറിൽ അബാക്കസിൽ ഏതെങ്കിലും ബീഡ്സ് ടച്ച് ചെയ്തിരുന്നാൽ മാത്രമേ അബാക്കസിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വാല്യൂ ബാറിൽ ബീഡ്സ് ഒന്നും ടച്ച് ചെയ്തിട്ടില്ലെങ്കിലോ അബാക്കസിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് വാല്യൂ ബാർ ആണ്. ഈ അബാക്കസിൽ കുറെ ബീഡ്സ് ഒക്കെ ടച്ച് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ബീഡ്സ് ടച്ച് ചെയ്തിരിക്കുന്ന ബീഡ്സിനൊക്കെ നമ്മൾ മാറ്റിയിടുവാണേ. ഇനി വേറെ ആരും ടച്ച് ചെയ്തിട്ടില്ലല്ലോ, ബീഡ്സ് ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. വാല്യൂ ബാറിൽ ഒറ്റ ബീഡ് പോലും ടച്ച് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ അബാക്കസിന്റെ വാല്യൂ 0 എന്ന് പറയുന്നത്. അതായത് വാല്യൂ ബാറിൽ ഒരൊറ്റ ബീഡ് പോലും ടച്ച് ചെയ്യാത്ത അവസ്ഥയ്ക്കാണ് എന്ത് പറയാം? വാല്യൂ ബാറിന്റെ വാല്യൂ അബാക്കസിന്റെ വാല്യൂ 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വാല്യൂ 1 കാണണം. അബാക്കസിലെ വാല്യൂ 1 റെപ്രസെന്റ് ചെയ്യാൻ പഠിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ആ നമ്പേഴ്സിനെ നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്? അതെല്ലാം യൂണിറ്റ് പ്ലേസിലുള്ള നമ്പേഴ്സ് ആണല്ലേ, 1 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ? അപ്പം നമ്മൾ അതിൻ്റെ യൂണിറ്റ് പ്ലേസ് ആദ്യം സെലക്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞിരുന്നു യൂണിറ്റ് ഡോട്ട്സ് ഉണ്ട് അബാക്കസിൽ. എന്തുണ്ട്? യൂണിറ്റ് ഡോട്ട്സ് ഉണ്ട്. ഈ യൂണിറ്റ് ഡോട്ട്സ് ഉള്ള ഏത് റോഡ് വേണമെങ്കിലും നമുക്ക് യൂണിറ്റ് വാല്യൂസ് റെപ്രസെന്റ് ചെയ്യാൻ, വൺസിന്റെ പ്ലേസിന്റെ വാല്യൂസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ റോഡ് യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം, ഇതും യൂസ് ചെയ്യാം. ഇതിനകത്ത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഈ മിഡിലുള്ള യൂണിറ്റ് ഡോട്ട് ഉള്ള ഈ റോഡാണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? 1 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസ് വാല്യൂസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഈ വൈറ്റ് കളർ ബീഡുള്ള റോഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് പകരം ഈ ഇതെടുക്കാം, ഇതും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മിഡിലുള്ളത് എടുക്കണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ? നമ്മൾ ഈ റോഡ് എടുത്തു കഴിയുമ്പോൾ ഈ റോഡില് വൺസിന്റെ പ്ലേസിലെ റോഡില് നമുക്ക് ഈ താഴെ കുറെ മുത്തുകളുണ്ട്, മുകളിൽ ഒരു മുത്തുണ്ട്. ഈ താഴെയുള്ള മുത്തുകളുടെ എല്ലാം വാല്യൂ എത്രയാണെന്ന് അറിയോ? ഓരോന്നിനും 1 വാല്യൂ ആണ്. താഴെയുള്ള എല്ലാ മുത്തിന്റെയും വാല്യൂ എന്താണ്? 1 ആണ്. ഇതിന് 1 ആണ്, ഇതിന് 1 ആണ്, ഇതിന് 1 ആണ്, ഇതിന് 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അബാക്കസില് വാല്യൂ 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 1 വാല്യൂ ഉള്ള ഒരു ബീഡ് എന്ത് ചെയ്താൽ മതി? നമ്മൾ മുകളിലേക്ക് വാല്യൂ ബാറിലേക്ക് ടച്ച് ചെയ്യിപ്പിച്ചാൽ മതി. ഇതിനൊക്കെ വാല്യൂ 1 ആണല്ലോ. അപ്പൊ ഈ 1 വാല്യൂ ഉള്ള ഒരു ബീഡ് വാല്യൂ ബാറിനെ ടച്ച് ചെയ്താൽ നമ്മുടെ അബാക്കസിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇനി അപ്പോൾ അത് നമ്മൾ അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ തമ്പ് ഫിംഗർ യൂസ് ചെയ്ത് ചെയ്യുള്ളൂ കേട്ടോ. ഈ തമ്പ് ഫിംഗർ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ വാല്യൂ ബാറിലേക്ക് ഇങ്ങനെ ചേർത്ത് വയ്ക്കാൻ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വാല്യൂ 2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് വേണമെങ്കിൽ ലെസ് ചെയ്യണം. ഇങ്ങനെയാണ് പറഞ്ഞു തരാൻ. പിന്നെ
ഇനി എന്താണ് വാല്യൂ 2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ 1 വാല്യൂ ഉള്ള 2 ബീഡ്സിനെ മൂവ് ചെയ്താൽ മതി. ഇതിലും 1 ആണ്, ഇതിലും 1 ആണ്. അപ്പോൾ 2 ബീഡ്സ് നമ്മൾ ഒരുമിച്ച് തമ്പ് യൂസ് ചെയ്ത് മൂവ് ചെയ്ത് എവിടെ ടച്ച് ചെയ്യണം? വാല്യൂ ബാറിൽ ടച്ച് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ അബാക്കസിന്റെ വാല്യൂ എത്രയാണ്? ടച്ച് ചെയ്തിരിക്കുന്ന ബീഡ്സ് ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? 2 ആണ് കേട്ടോ. അപ്പോൾ അബാക്കസിന്റെ വാല്യൂ എത്രയായി? 2 ആയി. അപ്പോൾ 3 കിട്ടണമെങ്കിലോ സിമ്പിൾ ആണ് അല്ലേ? 1 വാല്യൂ ഉള്ള എത്ര എടുത്താൽ മതി? 3 ബീഡ്സ്. 1 2 3 ബീഡ്സ് ഒരുമിച്ച് നമ്മൾ മുകളിലേക്ക് വാല്യൂ ബാറിലേക്ക് ടച്ച് ചെയ്യിച്ചാൽ എന്തായി? നമ്മുടെ അബാക്കസിന്റെ വാല്യൂ 3 ആയി. ഈ 4 കിട്ടണമെങ്കിലോ 1 2 3 4 ബീഡ്സ് ഒരുമിച്ച് നമ്മൾ മുകളിലേക്ക് ടച്ച് ചെയ്താൽ നമുക്ക് എന്തായി? അബാക്കസിന്റെ വാല്യൂ 4 ആയി. ഓക്കെ, ഇനിയിപ്പോൾ 5 എങ്ങനെ കാണിക്കുക അല്ലേ? 5 കാണിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് ബീഡ്സ് ഒന്നും ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ ബീഡ്സ് ഒന്നും ഇല്ല നമുക്ക്. അപ്പം നമ്മൾ എങ്ങനെയാണ് 5 കാണിക്കുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വൈറ്റ് കളറിലുള്ള വേറെ ആൾ കിടക്കുന്നുണ്ടല്ലേ? അപ്പം ഇവന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? ഇവന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഈ ബീഡ് സെപ്പറേറ്റഡ് ബോക്സിലല്ലേ വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബേക്കറിയിലൊക്കെ ചെന്ന് കഴിയുമ്പം ഡിഫറെൻറ്റ് കളേഴ്സിൽ നിറയെ ചോക്ലേറ്റ്സ് കാണാൻ സാധിക്കും അല്ലേ? ഓരോ ചോക്ലേറ്റിനും ഓരോരോ സെപ്പറേറ്റ് കോസ്റ്റ് ആയിരിക്കും. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അബാക്കസിൻ്റെ ഓരോ പാർട്ടിൽ കിടക്കുന്ന ബീഡ്സിനും ഓരോരോ വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിടക്കുന്നതിനെല്ലാം 1 ആണ്. ഇതൊക്കെ ഓരോ 1 രൂപയുടെ അല്ലെങ്കിൽ 1 റുപ്പീസിൻ്റെ സ്വീറ്റ്സ് ആണ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ആണ്. പക്ഷെ ഇവൻ എത്രയാണ്? സെപ്പറേറ്റ് ബോക്സിലായിരിക്കുന്നത്, സെപ്പറേറ്റ് കവറിലായിരിക്കുന്നത്. അവന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അവൻ എത്ര രൂപയാണ്? 5 രൂപയാണ്. ഓക്കെ, അപ്പോൾ 5 കിട്ടാൻ അബാക്കസിലെ വാല്യൂ 5 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 5 വാല്യൂ ഉള്ള ഈ ഒരൊറ്റ ബീഡിനെ നമ്മൾ ഈ വാല്യൂ ബാറിനോട് ടച്ച് ചെയ്ത് വെച്ചാൽ നമ്മുടെ അബാക്കസിന്റെ വാല്യൂ എത്രയായി? 5 ആയി. ഓക്കെ, അപ്പോൾ 5 ആണ് നമ്മുടെ അബാക്കസിന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 1 2 3 4 5 പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഏത് വാല്യൂ ആണ്? 6 ആണല്ലോ. 6 ആവാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നമുക്ക് ഒരു 5ഉം ഒരു 1ഉം കൂടി ചേർന്നാൽ 6 ആവില്ലേ? ആണല്ലോ. അപ്പോൾ 6 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് എന്ത് ചെയ്യാം? ഒരുമിച്ച് വാല്യൂ ബാറിലേക്ക് ടച്ച് ചെയ്താൽ വാല്യൂ എത്രയാവും? 6 ആവും. ഇത് 5 1 ടോട്ടൽ എത്രയായി? 6 ആയി. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് എന്ത് വേണം? ഇനി 7 വേണമെങ്കിലോ? 7 വേണമെങ്കിൽ എന്ത് മതി? ഒരു 5 വേണം. 5 6 7. അപ്പോൾ ഒരു 5ഉം 2 1ഉം കൂടി ചേർത്ത് വെച്ചാൽ നമ്മുടെ വാല്യൂ എത്രയാണ്? 7 ആണ്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് എന്താണ് വേണ്ടത്? 8 എന്ന് പറഞ്ഞാൽ 5 6 7 8 8 എങ്ങനെ വരണം? ഇങ്ങനെ വരണം. ഓക്കെ, ഇങ്ങനെ വേണം കേട്ടോ ചെയ്യാൻ. ഓക്കെ, 8 വന്നു. ഓക്കെ, ഇനി 8 കിട്ടിയാലോ? 5 6 7 8. ഇതാണ് നമ്മുടെ അബാക്കസിലെ വാല്യൂ 8 എന്ന് പറഞ്ഞാൽ. ഇനി അതിനുശേഷം നമുക്ക് 9 വേണമെങ്കിൽ എന്ത് വേണം? 9 വേണമെങ്കിൽ ഒരു 5 6 7 8 9. ഇതെല്ലാം കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാം? ഒരുമിച്ച് എന്ത് ചെയ്യണം? നമ്മൾ വാല്യൂ ബാറിലോട്ട് ടച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബാക്കസിന്റെ വാല്യൂ എന്തായി? 9 ആയി. ഇത് ഒരുമിച്ച് ചെയ്യണം. നമ്മുടെ ടീച്ചേഴ്സ് അബാക്കസ് ആയതുകൊണ്ട് നമുക്ക് കൈ അങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് അബാക്കസിലാവുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ അബാക്കസിന്റെ വാല്യൂ എത്രയാണ്? 9 ആണ് കേട്ടോ. ഓക്കെ, 9 ആണ് നമ്മുടെ അബാക്കസിന്റെ വാല്യൂ. നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? ഫസ്റ്റ് 1 എന്താണ്? 1 0. ഇതെന്താണ്? ഇപ്പോൾ വാല്യൂ എന്താണ്? 0 ആണ്. ഒറ്റ ബീഡില്ല. 1 കിട്ടാൻ ഒരു ബീഡ് മാത്രം. ഓക്കെ, 2 കിട്ടാനോ? 2 ബീഡ് ഒരുമിച്ച്. then 3 കിട്ടാനോ? 3 ബീഡ് ഒരുമിച്ച്. then 4 ബീഡ്സ് ഒരുമിച്ച്. ഓക്കെ, then 5 കിട്ടാൻ എന്ത് ചെയ്യണം? ഒരൊറ്റ ബീഡ് മതി 5ന്. ഓക്കെ, then 5 മാറ്റി. then 6 കിട്ടാനോ? ഇവർ രണ്ടുപേരെ ഒരുമിച്ച് 5 6. ഓക്കെ, ഒരുമിച്ച് വന്നാൽ 6 ആയി. then 7 കിട്ടാൻ വേണ്ടി വേണം 5 6 7. ഇവർ ഒരുമിച്ച് നമ്മൾ വാല്യൂ ബാറിൽ ചേർക്കണം. 8 ആണെങ്കിൽ എന്ത് വേണം? 5 6 7 8 ഒരുമിച്ച് ചേർത്ത് വയ്ക്കണം. then 9 കിട്ടാൻ വേണ്ടിയോ? 5 6 7 8 9 ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ ബാറിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബാക്കസിന്റെ വാല്യൂ എത്രയാണ്? 9 ആണ്. ഓക്കെ, എല്ലാവരും ഈ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചല്ലോ
ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നമ്പേഴ്സ് കാണിക്കുമ്പോൾ നമ്മുടെ ഫിംഗറിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അബാക്കസ്, സ്റ്റുഡൻസ് അബാക്കസ് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ.